വൈറ്റ് പേപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോർപ്പറേഷനെ കുറിച്ചാണ് കേട്ടോ. കോർപ്പറേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്താണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വോളണ്ടറി ആൻഡ് ഡെമോക്രാറ്റിക് അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് based on equality, equity and mutuality for the promotion of their common interest as producers or consumers. എന്താ പറയുന്നത്? ഇതൊരു ജനാധിപത്യപരമായുള്ളതും സ്വമേധയാ രൂപീകരിക്കപ്പെട്ടതായ ഒരു അസോസിയേഷൻ ആണ് അല്ലെ, മനുഷ്യന്മാരുടെ ഒരു കൂട്ടായ്മയാണിത്. എന്താ പറയുന്നത്? ബേസ്ഡ് ഓൺ, എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാ ഇത്? ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് മ്യൂച്വാലിറ്റി. ഇക്വാലിറ്റിനെയും ഇക്വിറ്റിനെയും മ്യൂച്വാലിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ഒരു അസോസിയേഷനെയാണ് നമ്മൾ എന്ത് പറയാ, കോർപ്പറേഷൻ എന്ന് പറയാ അല്ലെ. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഫോർ ദ പ്രൊമോഷൻ ഓഫ് ദ കോമൺ ഇൻട്രസ്റ്റ് ആസ് പ്രൊഡ്യൂസേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. ഒരു കോമൺ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലേ ഇത്. അപ്പൊ എന്താ പറയുന്നത്? വോളണ്ടറി ആൻഡ് ഡെമോക്രാറ്റിക് അസോസിയേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിന്റെ ഒരു വോളണ്ടറി ആൻഡ് ഡെമോക്രാറ്റിക് അസോസിയേഷൻ ആണ് ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി, ഇക്വിറ്റി ആൻഡ് മ്യൂച്വാലിറ്റി. ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, കോർപ്പറേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കോപ്രാറി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോർപ്പറേഷൻ ഡിറൈവ് ചെയ്ത് വന്നത് കേട്ടോ. അപ്പം ഈ കോയിന്റെ മീനിങ് വിത്ത് ആണ്. കോ മീൻസ് വിത്ത്, ഓപ്രാറി മീൻസ് ടു വർക്ക്. അപ്പം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മീനിങ് പറയുന്നുണ്ട് വർക്കിംഗ് ടുഗദർ. താഴെ വായിച്ചു നോക്കാം. കോർപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ ഫോർ അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്, which means living, thinking and working together. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പല എക്സാംസിലും ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഞാൻ. ഏത് വേർഡിൽ നിന്നാണ് ഇത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്? ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കോപ്രാറി എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കോ എന്ന് പറഞ്ഞാൽ വിത്ത്, ഓപ്രാറി എന്ന് പറഞ്ഞാൽ ടു വർക്ക്. അപ്പൊ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ടുഗദർ. ലിവിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ എന്നുള്ളതാണ് കോർപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി cooperation was related more to cultural, religious and social aspects. Okay അല്ലേ? ഇനി cooperation is a happy golden mean between capitalism and socialism. ഇതിലൊക്കെ ഈ ഡാഷ് ഒക്കെ ഇട്ട് തന്നിട്ട് എന്താ അവിടെ വരാന്ന് ചോദിക്കാം. അപ്പം cooperation is a dash is a happy golden between capitalism and socialism എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? കോർപ്പറേഷൻ കൊടുക്കാം. ഇറ്റ് ഈസ്, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറക്കിൾസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി. അപ്പൊ ചോദിക്കാം, എന്താണ് എക്കണോമിക് മിറക്കിൾസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി എന്ന് ചോദിക്കാം. കോർപ്പറേഷൻ ഈസ് ദ എക്കണോമിക് മിറക്കിൾസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി കേട്ടോ. ഇനി അടുത്ത എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ഹാഫ് വേ ഹൗസ് ഇൻ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ക്യാപിറ്റലിസത്തിന്റെ സോഷ്യലിസത്തിന്റെയും ഇടയിൽ വരുന്ന ഒരു ഹാഫ് വേ ഹൗസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? കോർപ്പറേഷൻ ആണ് കേട്ടോ. അപ്പൊ കോർപ്പറേഷനെ കുറിച്ച് ഇപ്പൊ നമ്മൾ 3 പോയിന്റ് പഠിച്ചു. നേരത്തെ പഠിച്ചൊക്കെ ഓർമ്മയില്ലേ? ഇവിടെ ഒന്നാമത്തെ പോയിന്റ് എന്താ? ഹാപ്പി ഗോൾഡൻ മീൻ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. പിന്നെ എന്താ പറയുന്നത്? എക്കണോമിക് മിറക്കിൾസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി, ഹാഫ് വേ ഹൗസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഈ 3 പോയിന്റ് ഓർത്തിരിക്കുക. അടുത്തത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്. കോർപ്പറേഷനെ കുറിച്ചുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ആദ്യം തന്നെ ടി എൻ ഹജീലന്റെ ഒക്കെ ഒരു തവണ ക്വസ്റ്റ്യൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ടി എൻ ഹജീലന്റെ കോട്ടാണ്, ഡെഫിനിഷൻ ആണ് കോർപ്പറേഷനെ കുറിച്ചുള്ള ഇവിടെ പറയുന്നത്. കോർപ്പറേഷൻ ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. കോർപ്പറേഷൻ ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഓക്കെ അല്ലേ? സ്പെഷ്യൽ മെത്തേഡ് എന്ന് കാണുമ്പോൾ തന്നെ ടി എൻ ഹജീല എന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാഷ് ഇട്ടിട്ട്, ഡാഷ് ഡിനോട്ട് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് വെച്ചാൽ കോർപ്പറേഷൻ ആണ്. ഇത് പറഞ്ഞത് ആരാന്ന് വെച്ചാൽ ടി എൻ ഹജീലയാണ് കേട്ടോ. അതേപോലെ അടുത്തത് ഹൊറൈസ് പ്ലങ്കറ്റിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. കോർപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന് കണ്ടാൽ നമുക്ക് ആരെ കൊടുക്കാം? ഹൊറൈസ് പ്ലങ്കറ്റിന് കൊടുക്കാം. ഓരോന്നിലും ഓരോ വേർഡ്, കീവേഡ് കണ്ടു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആര് പറഞ്ഞതാണ്. ഇപ്പൊ സ്പെഷ്യൽ മെത്തേഡ് എന്നുള്ളത് ടി എൻ ഹജീലേന്റെ ആണ്, നമുക്ക് വേഗം മനസ്സിലാവും അല്ലെ.
അടുത്ത നോക്കാം. അടുത്തത് എച്ച് കൽവേർട്ടിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ എച്ച് കൽവേർട്ട് എന്ന് പറഞ്ഞാൽ എവിടുത്തെ രജിസ്ട്രാർ ആയിരുന്നു? പഞ്ചാബിലെ രജിസ്ട്രാർ ആയിരുന്നു അദ്ദേഹം കേട്ടോ. അപ്പം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കാം. കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻസ് wherein persons associated together as a human beings on a basis of equality for the promotion of economic interest of themselves. ഒരു എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആളുകൾ ഒത്തുകൂടിയാണ്. ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനെയാണ് എന്ത് പറയുന്നത്? കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവർക്കൊരു ബേസിസ് ഉണ്ട്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു ബേസിസിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഒത്തുചേരുന്നത് കേട്ടോ. അപ്പൊ എച്ച് കൽവേർട്ടിന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻസ് wherein persons associated together as human beings on a basis of equality for the promotion of the economic interest of themselves. ഇതിൽ ഞാൻ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റിയ കീവേഡ്സ് ആണ്. ജസ്റ്റ് നോക്കാം കേട്ടോ. അടുത്തത് ജെ പി വാർബേസ്. ജെ പി വാർബേസ് എന്താണ് കോർപ്പറേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. കോർപ്പറേഷൻ ആസ് എ വേ ഓഫ് ലൈഫ് whereby unite democratically in the spirit of mutual aid to get the largest possible access to the things and services that they need. അപ്പം ഇവിടെ ഞാൻ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഡെമോക്രാറ്റിക്കലി ആണ്. ഡെമോക്രാറ്റിക്കലി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ കൊടുക്കാം? ജെ പി വാർബേസിന് കൊടുക്കാം കേട്ടോ. എന്താ ഇവിടെ പറയുന്നത്? കോർപ്പറേഷൻ ആസ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിതത്തിന്റെ ഒരു വഴിയാണെന്നല്ലേ പറയുന്നത്. whereby unite democratically in the spirit of mutual aid. അപ്പം ജനാധിപത്യപരമായി ഒത്തുചേരുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? to get the largest possible access to the things and services they need. അവർക്ക് ആവശ്യമുള്ള തിങ്സും സർവീസസും ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനാധിപത്യപരമായി ഒത്തുചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോർപ്പറേഷൻ എന്ന് പറയുന്നതെന്നാണ് ഇവിടെ ജെ പി വാർബേസ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഡെമോക്രാറ്റിക്കലി ഓർക്കുക, അതേപോലെ എച്ച് കൽവേർട്ടിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓർക്കുക കേട്ടോ. ഇനി ഹെറിക്ക് എന്താ പറയുന്നത് നോക്കാം. ഹെറിക്ക് പറയുന്നത് കോർപ്പറേഷൻ ഈസ് ദ ആക്ട് ഓഫ് പുവർ പേഴ്സൺസ് voluntarily united for utilizing reciprocally their own resources or both under their mutual management to their common profit or loss. ഇവിടെ ഹെറിക്ക് പറയുന്നതിലാണ് പുവർ പേഴ്സൺസിനെ റെസിപ്രോക്കലി എന്നുള്ളതും എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പുവർ പേഴ്സൺസ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹെറിക്കിന്റെ പേര് കൊടുക്കുക കേട്ടോ. അതേപോലെ റെസിപ്രോക്കലി കണ്ടാലും അത് കൊടുക്കുക. ഇവിടെ എന്താ പറയുന്നത്? കോർപ്പറേഷൻ ഈസ് ദ ആക്ട് ഓഫ് പുവർ പേഴ്സൺസ്, പാവപ്പെട്ട ആളുകള് വളണ്ടറിലി യുണൈറ്റഡ് ഫോർ യൂട്ടിലൈസിങ് റെസിപ്രോക്കലി their own resources or both under the mutual management. ഒരു കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടി, ഒരു കോമൺ പ്രോഫിറ്റോ ലോസോ, എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു നീഡിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകൾ ഒത്തുചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോർപ്പറേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ ഹെറിക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ല ഇത്രയും? ഇനി അടുത്ത പോർഷൻ എടുക്കട്ടെ. ഓക്കെ, അടുത്തത് ചാൾസ് ഗൈഡ്. ചാൾസ് ഗൈഡ് എന്താണ് കോർപ്പറേഷനെ കുറിച്ച് പറയുന്നത് നോക്കാം. കോർപ്പറേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഹൊറേസ് പ്ലങ്കറ്റ് ആയിരുന്നു. ഇവിടെ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ എയ്ഡ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഈച്ച് ഫോർ ഓൾ എന്ന് പറയുന്ന ആരാണ്? ചാൾസ് ഗൈഡ് ആണ് കേട്ടോ. ചാൾസ് ഗൈഡിന്റെ ഒരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. കോർപ്പറേഷൻ ഈസ് മോർ ദാൻ എ സിസ്റ്റം ആൻഡ് ഇറ്റ് സൂപ്പർസീഡ്സ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ്. കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനേക്കാളും മുകളിലാണ്. അതെന്ത് ചെയ്യുന്നു? സൂപ്പർസീഡ്സ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ്. ക്യാപിറ്റലിസത്തിന്റെ മുന്നിൽ കിടക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ചാൾസ് ഗൈഡിന്റെ രണ്ട് ഡെഫിനിഷൻ ഉണ്ട്, രണ്ടും പഠിച്ചു. കോർപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ എന്നുള്ളതാണ് ചാൾസ് ഗൈഡിന്റെ ഒന്നാമത്തെ ഡെഫിനിഷൻ. ആൻഡ് കോർപ്പറേഷൻ ഈസ് മോർ ദാൻ എ സിസ്റ്റം ആൻഡ് ഇറ്റ് സൂപ്പർസീഡ്സ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ്. ഇതിൽ നോക്കുക, സെൽഫ് ഹെൽപ്പ് ആൻഡ് ഈച്ച് ഫോർ ഓൾ എന്നുള്ളതാണ് ചാൾസ് ഗൈഡിന്റെ. ഞാൻ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് അത് നോക്കി പഠിച്ചിട്ടുണ്ട്, ആ കീവേഡ് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വരുവാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. സൂപ്പർസീഡ്സ് ക്യാപിറ്റലിസം ബൈ മ്യൂച്വൽ എയ്ഡ് ഇവിടെ ഞാൻ ബ്ലാക്ക് കളറിൽ കീവേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
അടുത്ത ഗാന്ധിജി എന്താ പറഞ്ഞത് നോക്കാം. ഐ വിൽ നോട്ട് മെഷർ ദ സക്സസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബൈ ദ നമ്പർ ഓഫ് സൊസൈറ്റീസ് ഫോംഡ് ബട്ട് ബൈ ദ മോറൽ കണ്ടീഷൻ ഓഫ് മെമ്പേഴ്സ്. I will not measure the success of cooperative movement by the number of societies formed, but the moral condition of members. ഇവരെന്താ പറയുന്നത്? എത്ര കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വന്നു എന്നുള്ളതിന്റെ എണ്ണം അല്ല നോക്കുന്നത്, പക്ഷെ മെമ്പേഴ്സിന്റെ മോറൽ കണ്ടീഷൻ എന്താന്നുള്ളതാണ് ആരെ നോക്കുന്നത്? ഗാന്ധിജി നോക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഗാന്ധിജിന്റെ ഓർത്ത് വെക്കുക, മോറൽ കണ്ടീഷൻ എന്നുള്ളത് ഓർത്താൽ തന്നെ എന്തായി? ഗാന്ധിജീനെ ഓർത്താൽ മതി. മോറൽ കണ്ടീഷൻ എന്ന് കണ്ടാൽ അത് ഗാന്ധിജി ആയിരിക്കും. അദ്ദേഹം പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എണ്ണം അല്ല എടുക്കുന്നത്, മെമ്പേഴ്സിന്റെ മോറൽ കണ്ടീഷൻ ആണ് അദ്ദേഹം നോക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് ഗാന്ധിജിന്റെ ഒരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. കോപ്പറേഷൻ ഈസ് എ ക്രൈം വെൻ ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് കോൺഫിഡൻസ്. അവിടെ കോൺഫിഡൻസും ഇല്ല, മ്യൂച്വൽ റെസ്പെക്റ്റും ഇല്ലെങ്കിൽ എന്തായി? അതൊരു ക്രൈം ആണ്. കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈം ആണെന്നാണ് ആര് പറയുന്നത്? ഗാന്ധിജി പറയുന്നത്. ഇവിടെ ഞാൻ ക്രൈം എന്നുള്ളത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്, അപ്പം അത് കീവേഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ ക്രൈം എന്ന് കണ്ട ഗാന്ധിജിനെ ഓർക്കുക. അടുത്തത് വി എൽ മേത്തയാണ്. വി എൽ മേത്ത എന്താ പറഞ്ഞത് നോക്കാം. കോപ്പറേഷൻ ഈസ് എ വാസ്റ്റ് മൂവ്മെന്റ് വിച്ച് പ്രൊമോട്ട് voluntary association of individuals having common needs combined towards the achievement of common economic need. ഒരു common economic need കിട്ടാൻ വേണ്ടിയിട്ട്, economic need കിട്ടാൻ വേണ്ടി എല്ലാവരും എന്ത് ചെയ്യാണ്? എന്താ ഒത്തുചേരുകയാണ് അല്ലെ? എല്ലായിടത്തും അസോസിയേറ്റ് ചെയ്യുകയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് വി എൽ മേത്തേന്റെ ഓർത്തിരിക്കേണ്ട വാസ്റ്റ് മൂവ്മെന്റ് ആണ്. വി എൽ എന്ന് കാണുമ്പോൾ തന്നെ വാസ്റ്റ് മൂവ്മെന്റ്, വാസ്റ്റ് വി വെച്ച് തന്നെ ഓർത്തിരിക്കും. വാസ്റ്റ് മൂവ്മെന്റ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ജെ എസ് മിൽ. ജെ എസ് മിൽ എന്താണ് കോപ്പറേഷനെ കുറിച്ച് പറഞ്ഞത് നോക്കാം. കോപ്പറേഷൻ ട്രാൻസ്ഫോംസ് ഹ്യൂമൻ ലൈഫ് ഫ്രം എ കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ ഫോർ ഓപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ടു എ ഫെയർ rivalry in the pursuit of the common good of all. അപ്പൊ കോപ്പറേഷനിൽ ഇതിൽ ഓർത്തിരിക്കേണ്ട കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ ജെ എസ് മില്ലിന്റെ ഒരു ഡെഫിനിഷൻ ആണിത്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ഈ കീവേഡുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഞാൻ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന കീവേഡ് ഓർക്കുമ്പോൾ ഇപ്പൊ വാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വി എൽ മേത്ത, കോൺഫ്ലിക്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ജെ എസ് മിൽ, ഗാന്ധിജിന്റെ എന്താ? ക്രൈം. അത്ര ഓക്കെ അല്ലേ? അടുത്തത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോപ്പറേഷനെ കുറിച്ച് നോക്കാം. അപ്പം കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻസ് persons voluntarily associated together on the basis of equality for the promotion of their economic interest. ഇവിടെയും ആളുകൾ എന്ത് ചേരുകയാണ്? ഒത്തുചേരുകയാണ്. അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടി ആളുകൾ വളണ്ടറിലി ഒത്തുചേരുന്നതിനെയാണ്, സ്വമേധയാ ഒത്തുചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി, കോർപ്പറേഷൻ എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ കീവേഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വളണ്ടറിലി അസോസിയേറ്റഡ് ടുഗദർ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വളണ്ടറിലി കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്നുള്ളത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് മക്ലഗൻ കമ്മിറ്റി എന്താണ് കോർപ്പറേഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. The theory of cooperation is very briefly an isolated and powerless man can, by association with the others, by moral development and a mutual support, obtain in his own degree the material advantage available to wealthy or powerless persons, and thereby develop himself to the fullest extent of his natural abilities. ഇതിൽ ഇത്ര ഓർത്താൽ മതി. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബലമില്ലാത്ത പവർലെസ് മാൻ ഞാൻ എന്ത് ചെയ്യുക? അവരെല്ലാരും കൂടെ ഒത്തുചേരുകയാണ്. ഒരു മെറ്റീരിയൽ അഡ്വാൻറ്റേജിന് വേണ്ടി ഒത്തുചേരുന്നതിനെയാണ് കോപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മക്ലഗൻ കമ്മിറ്റി പറയുന്നത്. അപ്പൊ ഇവിടെ ഐസൊലേറ്റഡ് ആൻഡ് പവർലെസ് മാൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെ കൊടുക്കുക? മക്ലഗൻ കമ്മിറ്റീനെ കൊടുക്കുക. അടുത്ത നമ്മുടെ ICA 1995 എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ICA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിനെയാണ് നമ്മൾ ICA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ നോക്കാം. എ കോപ്പറേറ്റീവ് ഈസ് ആൻ ഓട്ടോണോമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വളണ്ടറിലി ടു മീറ്റ് ദെയർ കോമൺ എക്കണോമിക്
social and cultural needs and aspirations through a jointly owned and democratically controlled enterprise. ഇവിടെ നോക്കുക, ഓട്ടോണോമസ് അസോസിയേഷൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആരെ കൊടുക്കുക? ICAനെ കൊടുക്കുക കേട്ടോ. ഓട്ടോണോമസ് അസോസിയേഷൻ ഇവിടെയും പറയുന്നു, എല്ലായിടത്തും ഡിഫൈൻ ചെയ്യുന്നത് ഒരു കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടി ആളുകൾ ഒത്തുചേരുകയാണ്. സ്വമേധയാ ആളുകൾ ഒത്തുചേരുന്നതിനാണ് എന്ത് പറയാ? ICA എന്ന് പറയുന്നത്. പിന്നെ ഓരോരുത്തരും പറയുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം അതാണ് ഇവിടെ എടുത്ത് പറയുന്നത് കേട്ടോ. ഇനി ലെനിൻ എന്താണ് കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞത് നോക്കാം. Cooperative societies can help the transformation from capitalism to socialism and finally communism. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ക്യാപിറ്റലിസത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്ക് മാറാനും പിന്നെ കമ്മ്യൂണിസത്തിലേക്ക് മാറാനും ഹെൽപ്പ് ചെയ്യുകയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെയ്യാന്നാണ് ഇവിടെ ലെനിൻ പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പോർഷനിലേക്ക് എടുക്കാൻ പോവാണ്. ഇനി കോർപ്പറേഷന്റെ പിന്നിലെ ഐഡിയ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. മോട്ടോസ് ആണ് പറയുന്നത്. ഐഡിയാസ് ബിഹൈൻഡ് കോർപ്പറേഷൻ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ഒരു മോട്ടോയാണ്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്, ഇത് രണ്ടുമാണ് മോട്ടോ അല്ലെങ്കിൽ ഐഡിയാസ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇതിലുള്ളതെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എല്ലാം പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് കോപ്പറേറ്റീവ് വാല്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. കോപ്പറേറ്റീവ് വാല്യൂസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഒന്ന് എടുത്തിരുന്നു, എന്നാലും ഒന്നും കൂടെ പറയാം, മെയിൻ പോയിന്റ്സ് ആയിട്ട് മാത്രം കേട്ടോ. സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഡെമോക്രസി, ഇക്വാലിറ്റി, ഇക്വിറ്റി, സോളിഡാരിറ്റി, ഓണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഫോർ അതേഴ്സ്. ഇത്രയാണ് കോപ്പറേറ്റീവ് വാല്യൂസിൽ വരുന്നത്. ഇതിൽ ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിംഗ് ഫോർ അതേഴ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന അത് എത്തിക്കൽ വാല്യൂസും കൂടെയാണെന്ന് കേട്ടോ. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. ഇതിന് പറയുന്നില്ല, നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. അടുത്തത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഇത് നമ്മൾ കോപ്പറേറ്റീവ് ഇവാലുവേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ക്ലാസ്സിൽ ഓൾറെഡി എടുത്തതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നാലും കോപ്പറേഷന്റെ ഭാഗം വരുമ്പം ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് വെച്ചാൽ ഏത് പ്രിൻസിപ്പിൾ ഉണ്ടെന്നും പറഞ്ഞ് നമ്മളിത് പഠിച്ചിരിക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നു. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണോമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ among cooperatives, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റീസ്. അങ്ങനെ 7 എണ്ണാണുള്ളത്. ഇതിൽ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നായിരുന്നു. BD, MA, ECC. BD എന്ത് ചെയ്തു? MA പഠിക്കാൻ പോയി, ഭയങ്കര ഈസി ആയിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയിട്ട് പഠിക്കാം. വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ. അപ്പൊ ഇവിടെ നോക്കാം BD, അങ്ങനെ ഓരോന്നും പഠിക്കാം കേട്ടോ. ഇനി അടുത്ത പോർഷൻ എന്താന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷനെ കുറിച്ചാണ് അടുത്തത്. എന്താണ് കോർപ്പറേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് പറയുന്നത്. മിഡിൽമാനെ എലിമിനേറ്റ് ചെയ്യുക. എലിമിനേഷൻ ഓഫ് മിഡിൽമാൻ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ്. റേസിംഗ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ പുവർ, പാവപ്പെട്ട ആളുകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക, എക്കണോമിക് സ്റ്റാൻഡേർഡ് ഉയർത്തുക എന്നുള്ളതാണ് അടുത്ത പറയുന്ന ഒബ്ജക്റ്റീവ്. റിമൂവൽ ഓഫ് ദ ഈൽസ് ഓഫ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസത്തിന്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. റേസിംഗ് മോറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിന്റെ മോറൽ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ്. ഇൻക്രീസിംഗ് ദ പ്രോസ്പിരിറ്റി ഓഫ് ദ ഹോൾ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിന്റെ മൊത്തം ഐശ്വര്യം വർദ്ധിപ്പിക്കുക, പ്രോസ്പിരിറ്റി വർദ്ധിപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്, എന്തൊക്കെ ഇൻഇക്വാലിറ്റീസ് ആണോ ഉള്ളത് അതൊക്കെ എന്ത് ചെയ്യുക? എടുത്തു കളയുക. ഇനി പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, രാഷ്ട്രീയപരമായോ മതപരമായിട്ടോ യാതൊരു ഇതും അവിടെ ഉണ്ടാവില്ല, എല്ലാവർക്കും തുല്യ പരിഗണനയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്, ഒരു കോർപ്പറേറ്റ് ലൈഫ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പൊ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്ന. എലിമിനേഷൻ ഓഫ് ദ മിഡിൽമെൻ, റേസിംഗ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ പുവർ, റിമൂവൽ ഓഫ് ദ ഈൽസ് ഓഫ് ക്യാപിറ്റലിസം, raising moral standards of its members, increasing the prosperity of the whole community, abolition of social inequalities,
പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫീച്ചേഴ്സിൽ ഒന്നാമത്തത് അൺ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഇത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിൽ പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചു. ആളുകൾ ഒത്തുചേരുകയാണ്, വളണ്ടറിലി സ്വമേധയാ ഒത്തുചേരുന്നതിനാണ് എന്തെന്ന് പറയാ, കോർപ്പറേഷൻ എന്ന് പറയാം. ആ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫീച്ചേഴ്സ് പറയുന്നത് കേട്ടോ. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു കൂട്ടായ്മ അല്ലെ. അൻ എന്റർപ്രൈസ് ഓർ അണ്ടർടേക്കിംഗ്, ഒരു എന്റർപ്രൈസ് ആണ് അത്. വളണ്ടറി അസോസിയേഷൻ ആണ്, സ്വമേധയാ ആണ് അവരെന്ത് ചെയ്യുന്നത്, ഒത്തുകൂടുന്നത് അല്ലെ. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ജനാധിപത്യപരമായിട്ടാണ് ഒത്തുചേരുന്നത്. പിന്നെ ഇക്വിറ്റി, എല്ലാവർക്കും അവിടെ ഒരു തുല്യത ഉണ്ടാവും. നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, എന്താ സാമൂഹികമായിട്ടുള്ള ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് അവർ ഒത്തുചേരുന്നത്. പാർട്ട് ഓഫ് സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ്, സോഷ്യോ എക്കണോമിക്കിന്റെ മൂവ്മെന്റിന്റെ ഒക്കെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ പ്രപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സിൽ വരുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്ത പോയിന്റ്, അടുത്ത ഭാഗം എന്താന്ന് നോക്കാം. ഓക്കെ, കോർപ്പറേഷൻ എന്ന് പറയുന്ന ടേംഡ് ആസ് സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലെ സ്റ്റേറ്റ് ആയിട്ടാണ് കോർപ്പറേഷനെ പറയുന്നത്. അങ്ങനെ ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ വരാം. സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിക്കും. കോർപ്പറേഷൻ ആണ് സ്റ്റേറ്റ് വിത്തിൻ ദ സ്റ്റേറ്റ്. അപ്പൊ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന 4 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് 4 റിക്വസിറ്റ്സ്. ഒന്ന് ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ്, സോവറിജിനിറ്റി. അതിലെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇരിക്കുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ എന്ത് പറയാ, ടെറിട്ടറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെമ്പേഴ്സ് ആണ്, മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മാനേജിംഗ് കമ്മിറ്റിനോ ജനറൽ ബോഡിയോ എന്താന്ന് വെച്ചാൽ പറയാം. മാനേജിംഗ് കമ്മിറ്റി, വാട്ട് എവർ നെയിം മേ ബി നോൺ ദ ജനറൽ ബോഡി. ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. സോവറിജിനിറ്റി എന്ന് പറഞ്ഞാലോ, അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിന്റെ കയ്യിലായിരിക്കും അല്ലെ. ജനറൽ ബോഡി ഹാവിംഗ് ഫുൾ പവർ. അപ്പൊ ഇത്രയാണ് നമുക്ക് കോർപ്പറേഷന്റെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. നമ്മൾ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് വാല്യൂസ്, അങ്ങനെ തുടങ്ങി കുറെ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ പഠിച്ചല്ലേ. അപ്പം എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എവിടുന്നാണ് ചെറിയ എന്തെങ്കിലും നമ്മൾ ചെറുതാന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് പഠിച്ചു പോവുക. മെയിൻ ആയിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, കളറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പഠിച്ചു പോവാ കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. കോർപ്പറേഷനെ കുറിച്ച് കുറച്ചും കൂടെ എടുക്കാണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇതിപ്പോ ലെങ്ത് കൂടി പോകുന്നോണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിവിടെ വെച്ച് നിർത്തുന്നത്. ഓക്കെ.